Hello everyone. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാപ്റ്ററിന്റെ പേര് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് ഒരു സർഫസിൽ വന്ന് തട്ടിയാൽ ആ സർഫസിൽ തട്ടി തെറിച്ചു പോകുന്ന പരിപാടിയാണ് റിഫ്ലക്ഷൻ. ഈ ചാപ്റ്ററിൽ ലൈറ്റ് ഒരു സർഫസിൽ വന്ന് തട്ടി അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പരിപാടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ ലൈറ്റ് ഒരു സർഫസിൽ വന്ന് തട്ടി അതിന്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ലൈറ്റ് നേരെ വന്ന ലൈറ്റ് ചെറുതായിട്ടൊന്ന് ചെരിയും. ഓക്കെ, അപ്പം നിങ്ങൾ ഞാൻ പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സംഭവം അങ്ങോട്ട് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് വെള്ളമുണ്ട്. ഇവിടെ ഈ ഇതിൽ വെള്ളമാണ്, സാധാരണ വെള്ളമാണ്. ഞാൻ കുറച്ച് പാലൊക്കെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കാണാൻ വേണ്ടി, ലൈറ്റിന്റെ പാത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഞാൻ ലൈറ്റിനെ കടത്തി വിടാൻ പോവാണ്. ഓക്കെ, ലൈറ്റിനെ കടത്തി വിടാൻ പോകണം. ഇതിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പോകുമല്ലോ, പോകും. നമുക്ക് നോക്കാം. പക്ഷെ ലൈറ്റ് പോകുമ്പോൾ നിങ്ങൾ നോക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത് ലേസർ ലൈറ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ ലൈറ്റ് ഇവിടെ കാണിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ലൈറ്റ് എയറിൽ കൂടെ സഞ്ചരിക്കുന്ന പാത കാണുന്നില്ല, അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളെ ഈ സാധനം ഇങ്ങനെ ഷൈൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇത്രയും ഭാഗം കാണിക്കാം. നോക്കാം, ലൈറ്റ് വെള്ളത്തിൽ വന്ന് തട്ടുന്നുണ്ട്. തട്ടി കഴിഞ്ഞ് വെള്ളത്തിലൂടെ പോകുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ടോ, ലൈറ്റ് ചെറുതായിട്ട് ചെരിയുന്നുണ്ടോ? അതായത് നേരെ അങ്ങനെ പോകേണ്ട ആള്, അങ്ങനെ നേരെ പോകേണ്ട ആള് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്നില്ലേ, ചെറുതായിട്ടൊന്ന് ചെരിയുന്നില്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ലൈറ്റിന് ഒരു മീഡിയത്തിൽ നിന്ന്, അതായത് എയർ എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് പോവാം, ഒരു കുഴപ്പമില്ല. വെള്ളത്തിന്റെ ഉള്ളിൽ കൂടിയും പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ മീഡിയം മാറുമ്പോൾ, അതായത് എയറിന്ന് വെള്ളത്തിലേക്ക് മാറുമ്പോൾ ചെറിയൊരു സംഭവം കൂടി സംഭവിക്കും. ആ ലൈറ്റ് നേരെ പോകേണ്ട ആള് നേരെ പോവാതെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും. ഇങ്ങനെ ലൈറ്റ് മീഡിയം മാറുമ്പോൾ, അത് ഏത് മീഡിയം മാറുമ്പോൾ ബെൻഡ് ചെയ്യും, ഒരു സംശയമില്ല. വെള്ളം മാത്രമല്ല, ഇവിടെ ഗ്ലാസ് വെച്ചാൽ ഗ്ലാസ്സിൽ ലൈറ്റ് ബെൻഡ് ചെയ്യും. അങ്ങനെ ഓരോ സ്ഥലത്തും ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പം പക്ഷെ മീഡിയം മാറണം. അപ്പൊ ഈ മീഡിയം മാറുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പരിപാടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ആ റിഫ്രാക്ഷനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ചാപ്റ്റർ പഠിക്കാൻ എല്ലാവരും അടിപൊളിയായിട്ട് റെഡി ആയി വരിക. നമുക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഭംഗിയിൽ അങ്ങോട്ട് പഠിക്കാം.